ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ഫ്രൈ ആണ്. മാതാപിതാക്കളുടെ ഒന്നും ആവശ്യമില്ലാണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, ഇത് ഭയങ്കര ഈസിയാണ്. ഇത് ഇച്ചിരി ഇൻഗ്രീഡിയൻസ് മതി. ഇത് പിള്ളേർക്ക് ഉണ്ടാക്കുന്ന ഈസിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് എടുക്കാം. ഫസ്റ്റ് ഒരു ചിക്കൻ, ഫസ്റ്റ് 300 ഗ്രാം, ഫസ്റ്റ് ഒരു 300 ഗ്രാം ചിക്കൻ നമ്മൾ എടുത്തേക്ക് വന്ന്. പിന്നെ സെക്കൻഡ് ആയിട്ട് ഇച്ചിരി എണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി തൈര് എടുത്തിട്ടുണ്ട്, പുളി ഇല്ലാത്ത തൈര്. പിന്നെ നാരങ്ങ എടുത്തിട്ടുണ്ട്, മുട്ട എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, ഗരം മസാല എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ എന്തൊക്കെ എടുത്തിട്ടുണ്ട്, കാശ്മീർ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് സംഭവം ഇതിനകത്തിട്ട് ഇടാം. ഫസ്റ്റ് എന്താ ഇടണ്ടേ? ഫസ്റ്റ് നമുക്ക് ഇത്തിരി തൈര് ഇടാം. സെക്കൻഡ് അപ്പൊ ഗായ്സ്, ഞാൻ പുളി ഇല്ലാത്തതാണ് ഇടുന്നത്. പുളി ഉള്ള തൈരാണ് ഇടുന്നത്. ഉപ്പിട്ടാ മതി, ഇച്ചിരി ഇട്ടാ മതി. പിന്നെ അടുത്തതായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. അത്ര മതി. മതിയിടുക, വേണ്ട ഇച്ചിരി കൂടി ഇടാം. സ്പൂണും കൂടി ഇടാം. ഇത് പാടായോണ്ട് ഞാൻ കൈ കൊണ്ടാണ് ഗായ്സ് ഇടുന്നത്. അടുത്ത് നമുക്ക് ഉപ്പിടാം. അടുത്ത് നമുക്ക് ഇച്ചിരി ഉപ്പിടാം. അത്ര മതി. എന്നിട്ട് ഇച്ചിരി ഗരം മസാല, കുരുമുളക് ഇടാം. അല്ല, അതെല്ലാം കൂടെ ഒരുമിച്ച് ഇടും. ഉപ്പും കൂടി ഇടാം അതിന്റെ കൂടെ. എത്ര മതി. അടുത്ത് നമുക്ക് ഇച്ചിരി ലെമൺ പിഴിയാം. അടുത്ത് നമുക്ക് ഇച്ചിരി ലെമൺ ജ്യൂസ് അങ്ങ് പിഴിയാം. ഞങ്ങളിപ്പോ വൈറ്റ് ലെമൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ജ്യൂസ് ഉണ്ട്. എന്റെ മുട്ടന്റെ കാര്യം ഇതാണ്. ഈ മുട്ടയാണ് ഞാൻ പൊട്ടിക്കും. അപ്പൊ ഗായ്സ്, പിന്നെ ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഇച്ചിരി നമുക്കിങ്ങനെ ഒഴിച്ചെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും വേണ്ട, ഇത് അത്ര ഈസിയാ. അപ്പൊ ഗായ്സ്, നമുക്കിതങ്ങനെ ഇളക്കാം. ഗായ്സ്, കൈ കൊണ്ട് ഇളക്കുന്നതാണ് നല്ല. അതാണ് നന്നായിട്ട് മിക്സ് ആവും. വെള്ളം കൂടി പോയി, അത് പ്രശ്നമില്ല. ഇച്ചിരി തൈര് ഇട്ടാൽ മതി, ബാലൻസ് ചെയ്യാൻ. കൂടുതൽ ഇട്ടവർക്ക് തൈര് ഇട്ടാൽ മതി. തൈരിട്ട് അങ്ങനെ വരുന്നേ, അതല്ല ഇതാവും, ബാലൻസ് ആവും. അപ്പൊ നമുക്ക് ഗായ്സ് ഇത് അരപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യേ, ഓക്കെ, എല്ലാം കറക്റ്റാണ്. അപ്പൊ ഗായ്സ്, ഇത് നമുക്ക് ഇച്ചിരി സമയത്തേക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാവേ. അപ്പൊ ഗായ്സ്, മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയി. അതിപ്പോ ഇട്ടായിരുന്നു. ഇനി മാരിനേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഗായ്സ്, ഞങ്ങൾ ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇത് ഞങ്ങൾ നേരത്തെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരൊന്നും ഇത് അനുകരിക്കല്, കാരണം ഡേഞ്ചറസ് ആണ്. ഞങ്ങൾ പണ്ടേ കുക്ക് ചെയ്യാറുണ്ട്, ഞങ്ങൾക്കെല്ലാം അറിയാം. അപ്പൊ നമുക്ക് വർക്കലിലേക്ക് കടക്കാം. അപ്പൊ ഗായ്സ്, ഇതാണ് ഇത് പാൻ. ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. ഫസ്റ്റ് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. ഞാൻ ഇപ്പൊ ഇത്ര എണ്ണ ഒഴിച്ചിട്ടുള്ളേ. ഇച്ചിരി കൂടെ ഒഴിക്കാം. അത്ര മതി. ഇത്ര എണ്ണ ഒഴിച്ചേക്കുന്നു. ഇനി ഇച്ചിരി തീ കുറച്ചിട്ടിട്ട് നമുക്ക് ചിക്കൻ ഇടാം. ഇന്ന് ഈ എണ്ണ ഇച്ചിരി ചൂടാവണം. ചൂടാവുന്ന ഇപ്പൊ ചൂടായിക്കണം. ഞങ്ങളുടെ ചട്ടി ചൂടായിക്കണം. ഇപ്പൊ നമുക്ക് ഇതെല്ലാം ആക്കാം. നമുക്കിത് ഇടാം പതുക്കെ. ഓടിക്കോ. ഒരു ചിക്കൻ ഇട്ടാക്കൂ. ഒരു പാത്രത്തിൽ 2 or 3 ചിക്കൻ ഇട്ടാൽ മതി. കൂടുതലിട്ട് ഫ്രൈ ചെയ്യാൻ പാടായിരിക്കും. 4 ചിക്കൻ ഇടാം.
ഒയ്യോ. അപ്പൊ രണ്ടാമത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യുക, അല്ലെ പൊട്ടിച്ചേർക്കും. കൈ പോവും, സൂക്ഷിച്ചിടുക. ഇത് മൂന്നാമത്തെ ഇട്ടു. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഇടാം, എന്നിട്ട് പിന്നെ ഇടാം. നാലെണ്ണം ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇച്ചിരി മസാലയും കൂടെ അങ്ങിടാം, സെറ്റാവാം. ഇച്ചിരി നമുക്കിനി ഇത് ഫ്രൈ ചെയ്യുന്നത് വെയിറ്റ് ചെയ്യാം. ഗായ്സ് നമ്മുടെ ചിക്കൻ എല്ലാം നല്ല വറുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഫ്ലേവറിന് വേണ്ടി ഇച്ചിരി കറിവേപ്പില ഇടാം. ഇതാണ് കറിവേപ്പില. ഇടുന്ന മുമ്പ് ഇങ്ങനെ നമ്മൾ ഇച്ചിരി കീറി ഇടണം, പറിച്ചിടണം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ട് വരാം. അപ്പൊ ഗായ്സ് ഞങ്ങളുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. ഇതാ. അപ്പൊ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഗായ്സ് ഇന്ന സൂപ്പർ സ്പൈസി വേണ്ടവർക്ക് എക്സ്ട്രാ ചില്ലി പൗഡർ ചേർക്കാം. അപ്പൊ ഗായ്സ് ഇത് നിങ്ങൾ തിന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് തിന്നിട്ട് പാത്രം എല്ലാരും കഴുകണം. അല്ല ശരി, അടുത്ത വീഡിയോ വരെ കാണാം.